അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ തോംസൺ മോഡലിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ റൂദർഫോർഡ് മോഡലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ തോംസൺ മോഡലിനും അതേപോലെ തന്നെ തോംസൺ മോഡലിന് ആറ്റത്തിനെ കുറിച്ചുള്ള മെജോറിറ്റി പ്രോപ്പർട്ടി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ അതിനുശേഷം വന്ന റൂദർഫോർഡ് മോഡലിന് ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ആറ്റത്തിന്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഇതിനും വളരെയധികം പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബോർ എന്നൊരു സയന്റിസ്റ്റ്, നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് ഒരു പുതിയൊരു മോഡൽ ഉണ്ടാക്കി. പുതിയൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ റൂദർഫോർഡ് പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി അദ്ദേഹം കുറെ എക്സ്പെരിമെന്റുകൾ നടത്തി. റൂദർഫോർഡ് എന്താണ് പറഞ്ഞത്? ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു, ഇലക്ട്രോൺ ഓർബിറ്റിലൂടെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ബോർ വീണ്ടും എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് റൂദർഫോർഡ് പറഞ്ഞ കാര്യം ശരിയാണെന്ന്. അപ്പൊ അദ്ദേഹം റൂദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ റൂദർഫോർഡ് അല്ലെങ്കിൽ മറ്റുള്ളവരും ആക്സെപ്റ്റ് ചെയ്തു, അതേപോലെ ബോറും ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ആറ്റത്തിന്റെ പല പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് മാത്രം പോരാ, വേറെ കുറെ കാര്യങ്ങൾ അറിയണം. അതിനുവേണ്ടി അദ്ദേഹം ബോർ കുറെ എക്സ്പെരിമെന്റുകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അതാണ് ബോറിന്റെ മെയിൻ പോയിന്റ്സ്. അതായത് ആറ്റത്തെ സംബന്ധിച്ച് ബോറിന്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ റിസൾട്ട് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിനെയാണ് നമ്മൾ പറയുന്നത് പോസ്റ്റുലേറ്റ് എന്നാണ് പറയുക. പോസ്റ്റുലേറ്റ്സ് കേട്ടോ, പോസ്റ്റുലേറ്റ്. അവിടെ നോക്കിയത് ഇതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം ഞാൻ ഇവിടെ എഴുതി. അതിന് ശേഷം എന്താ എഴുതിയത്? പോസ്റ്റുലേറ്റ് ഓഫ് ബോർ. പോസ്റ്റുലേറ്റ് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നാണ്. അതായത് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫോർമേഷൻസുകൾ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂദർഫോർഡ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കാരണം റൂദർഫോർഡ് കുറെ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഈ റിസൾട്ട് കിട്ടിയത്. മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എവിടെ ആവശ്യമില്ല, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടാണ് റൂദർഫോർഡ് മോഡലിൽ പറയുന്നത്. അപ്പൊ അത് ബോറും ഇതേപോലെ എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ അദ്ദേഹത്തിന് കണ്ടത് എന്താണ്? റൂദർഫോർഡ് പറഞ്ഞ കാര്യമാണ്, റൂദർഫോർഡ് പറഞ്ഞ ആകെ കാര്യമാണ് ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പൊ എന്താണ് ബോറിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്? All atoms contain a small portion called nucleus, which is present at the center of an atom. The total mass of an atom is located at the nucleus. The electron moves around the nucleus in certain selected circular path called orbits. ഇത് റൂദർഫോർഡ് മോഡൽ തന്നെയാണ്. റൂദർഫോർഡ് പറഞ്ഞ കാര്യം തന്നെയാണ് ആര് പറഞ്ഞത്? ബോർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ബോർ അത് പറയാൻ കാരണം? റൂദർഫോർഡ് പറഞ്ഞ കാര്യം ശരിയാണ്, അതുകൊണ്ടാണ് ബോർ അത് പറഞ്ഞത്. അപ്പൊ തോംസൺ പറഞ്ഞ കാര്യങ്ങളൊന്നും റൂദർഫോർഡ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? തോംസൺ പറഞ്ഞ കാര്യം ശരിയല്ല, അതുകൊണ്ട് റൂദർഫോർഡ് അതിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം തോംസൺ പറഞ്ഞതിന് ശേഷം റൂദർഫോർഡ് കുറെ എക്സ്പെരിമെന്റ് നടത്തി, പക്ഷെ തോംസൺ പറഞ്ഞ ഒരു റിസൾട്ടും കിട്ടുന്നില്ല. ഇതേപോലെ തന്നെ ബോർ എന്ത് ചെയ്തു? റൂദർഫോർഡിന്റെ തിയറിക്ക് ശേഷം അല്ലെങ്കിൽ റൂദർഫോർഡ് മോഡലിന് ശേഷം കുറെ എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ റൂദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ബോറിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൂദർഫോർഡിന്റെ മോഡലിൽ പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ റൂദർഫോർഡ് നിങ്ങൾ പഠിച്ച അതേ കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺസ്. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺ, ഇതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പൊ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് എനർജി എന്നാണ് അർത്ഥം. ഇപ്പൊ നിങ്ങൾ നോക്കിങ്ങള്, അപ്പൊ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ പറയാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പാർട്ടിക്കിൾ അല്ല. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഒരു സാധാരണ പാർട്ടിക്കിൾ അല്ല എന്നാണ് ബോർ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു കല്ല് എടുക്കുക, കല്ല് എന്നിട്ട് ഒരു ചരടുമേൽ ഒരു കല്ല് കെട്ടുക അല്ലെങ്കിൽ ഒരു ബോള് കെട്ടുക. ഒരു ബോളുമേൽ
ഒരു ചരട് കെട്ടിട്ട് അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സർക്കുലർ പാത്തുകൾ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 സെന്റിമീറ്റർ റേഡിയസിൽ ആ ബോളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 1.1 റേഡിയസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 1.3 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 2 സെന്റിമീറ്ററിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഓരോ റേഡിയസിലൂടെ അത് മൂവ് ചെയ്യുമ്പോഴും അതിനെന്തായിരിക്കും, എനർജി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് റേഡിയസിലൂടെയും ആ ബോളിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബോൾ എടുക്കുക, അതിന്മേൽ ഒരു ചരട് കെട്ടുക, എന്നിട്ട് നിങ്ങൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് സർക്കുലർ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഏത് റേഡിയസിലും അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുന്ന കാര്യമാണ് കേട്ടോ. ബോളിൻ്റെ കാര്യമാണ് അങ്ങനെ. നമ്മളെ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് ഏത് റേഡിയസിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇലക്ട്രോണുകൾ അങ്ങനെയല്ല. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകൾ ഒരു ബോൾ പോലെ അല്ല എന്നാണ് ബോർ പറയുന്നത്. അതായത് ആറ്റത്തിന് ചുറ്റും ഇൻഫിനിറ്റി നമ്പർ ഓഫ് റേഡിയസുകളുണ്ട്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും കുറേ റേഡിയസുകളുണ്ട് അല്ലേ. 1 സെന്റിമീറ്റർ ഉണ്ടാവും, 1.1 ഉണ്ടാവും, 1.3 ഉണ്ടാവും. പക്ഷെ എല്ലാ റേഡിയസിലൂടെയും ആർക്ക് മൂവ് ചെയ്യാൻ പറ്റൂല, ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റൂല എന്നാണ് ബോറിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പൊ ചില ആറ്റത്തിന് ന്യൂക്ലിയസിൽ നിന്നുള്ള സേർട്ടൻ ഡിസ്റ്റൻസിലൂടെ മാത്രമേ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ ന്യൂക്ലിയസിന്റെ ചുറ്റും 1 സെന്റിമീറ്റർ റേഡിയസിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ 2 സെന്റിമീറ്ററിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ 1.1 റേഡിയസ് ഇല്ലേ. വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. ഇലക്ട്രോൺ ഈ റേഡിയസിലൂടെ ഒന്നും അല്ല മൂവ് ചെയ്യുന്നത്. പക്ഷെ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് കുറേ അല്ലേ, 1.1 ഇല്ലേ, 1.001 സെന്റിമീറ്റർ മീറ്റർ ഒക്കെ അല്ലേ. അപ്പൊ അതിലൂടെ ഒരു ബോൾ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇലക്ട്രോണിന് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ഒന്നാമത്തെ ഓർബിറ്റ് 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഡിസ്റ്റൻസിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലൂടെയുള്ള ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാം. അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലൂടെ പാത്തിൽ മൂവ് ചെയ്യാം. അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഫിനിറ്റി നമ്പർ ഓഫ് സർക്കുലർ പാത്ത് ഒന്നും ന്യൂക്ലിയസിന് ചുറ്റും ഇല്ല എന്നാണ് ആര് പറയുന്നത്, ബോർ പറയുന്നത് കേട്ടോ. റൂദർഫോർഡ് പറയുന്ന എന്താ, ന്യൂക്ലിയസിന് ചുറ്റും എത്രയോ സർക്കുലർ ഓർബിറ്റലുണ്ട്, എത്രയോ റേഡിയസുകളുണ്ട്. ഈ റേഡിയസിലൂടെ ഒക്കെ ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ബോർ പറയുന്നത്. ബോറല്ല റൂദർഫോർഡ് പറയുന്നത്. പക്ഷെ ബോർ പറയുന്നത് അങ്ങനെയല്ല. ആറ്റത്തിന് ചുറ്റും ഡെഫിനിറ്റ് സർക്കുലർ സേർട്ടൻ ഡിസ്റ്റൻസ് ഉള്ള ഒരു കറക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ആ റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ടേ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മാത്രമേ ഇലക്ട്രോണിനെ കാണുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്നും എന്ത് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്ററിനും 2 സെന്റിമീറ്ററിനും ഇടയിൽ ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റൂല, മൂവ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ 1 സെന്റിമീറ്റർ റേഡിയസിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു എനർജി ഉണ്ടാവുമല്ലോ. മൂവ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. അതേപോലെ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസിനനുസരിച്ച് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ലേ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി അല്ലേ, അതാണ് ടോട്ടൽ എനർജി എന്നാണ് പറയുന്നത്. നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ റേഡിയസിൽ 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും. 2 സെന്റിമീറ്റർ ഉള്ള സർക്കുലർ പാത്തിലൂടെ പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലുള്ള എനർജി ഒന്നും പോസിബിൾ അല്ല. അതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് എനർജി ആയിരിക്കും. അതായത് അദ്ദേഹം പറയാണ് ആറ്റത്തിന് ചുറ്റും എന്തുണ്ട്, അദ്ദേഹം മെയിനായിട്ട് സ്റ്റഡി ചെയ്തത് ഹൈഡ്രജൻ ആറ്റത്തിന് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡി കറക്റ്റായി വന്നത്. പക്ഷെ എല്ലാ ആറ്റത്തിന്റെ കേസിലും ഇത് ശരിയാണ്, ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ചില സേർട്ടൻ സർക്കുലർ പാത്ത് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഓർബിറ്റ് എന്ന് തന്നെയാണ് ബോറും വിളിച്ചത്. അപ്പം ഈ എല്ലാ സർക്കുലർ പാത്തിലൂടെയും മൂവ് ചെയ്യാൻ പറ്റൂല. ചില സേർട്ടൻ സർക്കുലർ പാത്ത് ഉണ്ട്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് സേർട്ടൻ ഡിസ്റ്റൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിന് സേർട്ടൻ എനർജിയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും കുറേ എന്തുണ്ട്, ഫിക്സ്ഡ് എനർജി പാത്തുകളുണ്ട്.
അതിലൂടെ മാത്രമേ ഇലക്ട്രോൺ മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ ഇലക്ട്രോണിന് ഒരു ഫിക്സ്ഡ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഈ ഫിക്സ്ഡ് എനർജിക്ക് വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്ന ഒരു ഒബ്ജക്റ്റിനും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്ന പാർട്ടിക്കിളിനെ പോലല്ല ആര് ഇലക്ട്രോൺ എന്ന്. നമ്മൾ ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്, സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന വസ്തുക്കൾക്ക് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി അല്ല, ഏത് എനർജിയും പോസിബിൾ ആണ് കേട്ടോ. ഏത് എനർജി പോസിബിൾ. പക്ഷെ ഇലക്ട്രോണിന് അങ്ങനെയല്ല. ഏത് എനർജിയിലൂടെയും ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ഫിക്സ്ഡ് എനർജിയെ പറ്റും. ഓക്കെ. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ബോർ ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി, രണ്ടാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി ഒക്കെ വളരെ ഭംഗിയായിട്ട് ബോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 100% ഇന്നും കറക്റ്റാണ് കേട്ടോ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു ഇക്വേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇത് വേർഡ്സിൽ പറയാം. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺ. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. ഇത് ഫസ്റ്റ് പറയുന്ന നോക്കിയാൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ വേരിയസ് ഓർബിറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ് കേട്ടോ. ഹൈഡ്രജൻ ആറ്റത്തിലെ വേരിയസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണുടെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ദാറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഫിക്സ്ഡ് വാല്യൂസ് ഓഫ് എനർജി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഓർബിറ്റല്ല ഉള്ളത്, കുറേ ഓർബിറ്റ് ഉണ്ട്. ഈ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു ഫിക്സ്ഡ് എനർജിയാണ് ഉള്ളത്. ഒന്നാമത്തെ ഓർബിറ്റിൽ ഒരു ഫിക്സ്ഡ് എനർജി, രണ്ടാമത്തെ വേറൊരു ഫിക്സ്ഡ് എനർജി, മൂന്നാമത്തെ ഒരു ഫിക്സ്ഡ് എനർജി. ഇതിനെയാണ് ക്വാണ്ടൈസേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്നിട്ട് the energy of electron in the nth orbit of hydrogen atom is given by nth orbit. n-ാമത്തെ ഓർബിറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിലെ n-ാമത്തെ ഓർബിറ്റ്, അത് ഒന്നാമത്തതാവാം, രണ്ടാമത്തതാവാം, മൂന്നാമത്തെ. nth ഓർബിറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിലെ nth ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് En equal to minus 13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n സ്ക്വയർ. അതേ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഇന്നും ഇതിന്റെ വാല്യൂ കറക്റ്റ് ആണ്. അപ്പൊ നോക്കി നിങ്ങൾ en പറഞ്ഞാൽ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതിയത് കേട്ടോ. en കേട്ടോ മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. EV പറഞ്ഞാൽ ഇലക്ട്രോൺ വോൾട്ട് യൂണിറ്റ് ആണ് കേട്ടോ. എനർജിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്, SI യൂണിറ്റ് ജൂളാണ്. വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ n സ്ക്വയർ. അപ്പൊ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർബിറ്റ് നമ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, n-ന് 1 കൊടുക്കുക. അപ്പോൾ 1 സ്ക്വയർ എന്നുണ്ടാവും. 1 സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റ് ഈ 1 ഇതാണ് ഇവിടെ, n-ന്റെ സ്ഥാനത്ത് 1. അപ്പോൾ E1 ഈക്വൽ ടു 13.6 ഇലക്ട്രോൺ വോൾട്ട്. മൈനസ് ആണ് കേട്ടോ ഇവിടെ, മൈനസ്. അപ്പൊ മൈനസിന്റെ ഡീറ്റെയിൽ ഒന്നും നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ആറ്റത്തിന്റെ എനർജി, ഇലക്ട്രോണിന്റെ എനർജി മൈനസ് ആയിരിക്കും കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ ആവശ്യമില്ല. മൈനസ് ആണ് ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ എനർജി എപ്പോഴും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറയുകയാണെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഹൈഡ്രജന് ചുറ്റും കുറേ ഓർബിറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്താണ്, മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും കേട്ടോ. അതാണ് ഫിക്സ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ കേസിൽ, ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ കേസിൽ ആ ഫിക്സ്ഡ് എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് 13.6 ആണ് കേട്ടോ. ഇനി 2 ആണെങ്കിലോ, ഇവിടെ n-ന് 2 കൊടുക്കുക. അപ്പൊ 2 സ്ക്വയർ, അപ്പം 13.6 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പൊ ഒരു വാല്യൂ വരും കേട്ടോ. അപ്പൊ 3 പോയിന്റ് സംതിങ് ഒക്കെയാണ് വരിക. അപ്പൊ സെക്കൻഡ് ഓർബിറ്റുള്ള എനർജി കിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ എത്രയോ എനർജികളുണ്ട്. 13.6ഉം 3.6ഉം തമ്മിൽ ഇതിന്റെ ഇടയിൽ കുറെ വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ഒന്നും എന്തില്ല, ഈ വാല്യൂവിലൊന്നും ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. ഓക്കെ.